മൂന്നാറിൽ മാത്രമല്ല മറയൂർ മേഖലയിലും കാട്ടാന ശല്യം അതിരൂക്ഷമാണെന്ന വാർത്തയാണ് വരുന്നത്. മറയൂർ ബാബു നഗറിന് സമീപവും ഇന്ദിരാനഗറിലും കഴിഞ്ഞ ദിവസം കാട്ടാനയെത്തി വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ദിരാനഗറിൽ കാട്ടാനയ്ക്ക് പുറമെ ചെന്നായ്ക്കളും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടെന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മറയൂരിൽ വിവിധയിടങ്ങളിലെ ആളുകൾ. മറയൂർ ബാബു നഗറിന് സമീപവും ഇന്ദിരാനഗറിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനയെത്തി വ്യാപക നാശനഷ്ടം വരുത്തുന്ന സ്ഥിതിയുണ്ട്. വീട്ടുമുറ്റം വരെയെത്തി കാട്ടാനകൾ ഭീതി പരത്തുന്ന സാഹചര്യമെന്ന് കുടുംബങ്ങൾ പറയുന്നു. ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കണത് ഇങ്ങനെ ആ ടെറസിൻ്റെ മുകളിലേക്ക് തുമ്പിക്കായി ഇട്ടേച്ചിട്ട് ഈ നിൽക്കുന്ന ഇവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവയിലേക്ക് വലിച്ചു പിടിച്ചിട്ട് എനിക്ക് ടെറസിൻ്റെ മുകളിലും കയറാൻ പാടില്ല, എനിക്ക് പുറത്തും ഇറങ്ങാൻ പാടില്ല. ആ രീതി ഞാനിവിടെ കിടന്ന് കാറിക്കൂവി പെരക്കകത്ത് കിടന്ന് കാറിക്കൂവി ആര് കേൾക്കണം. കാട്ടാന ശല്യം രൂക്ഷമായതോടെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. വീടുകൾക്ക് സമീപമുള്ള കരിമ്പ്, വാഴ, തെങ്ങ്, തീറ്റപ്പുല്ല് തുടങ്ങി കൃഷികൾ പൂർണ്ണമായി നശിപ്പിക്കുന്നത് കുടുംബങ്ങളെ വരയ്ക്കുന്നു. അതിക്ക് മുന്നത്തെ ദിവസം വന്നിട്ട് തിന്നാണത് ഇവിടെ ഉള്ളത് ഫുള്ള് തിന്നു. ഈ സൈഡ് ഇത് കണ്ടോ, ഈ റോട്ടിൽ കൂടെ നോക്കി ഇതെല്ലാം വലിച്ചു നാശമാക്കി ഇട്ടു. ഞാൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആരെ വിളിക്കണേ, ആരുടെ നമ്പറും അറിയില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പിറ്റേ ദിവസം ചെന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴാണ് അവർ ഗ്രൂപ്പിൽ ഇടുകയൊക്കെ ചെയ്തു. രാത്രികാലത്ത് ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാന പുലർച്ചെ മാത്രമേ പലപ്പോഴും മടങ്ങാറുള്ളൂ. ആനകളെ തുരത്താൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ താൽക്കാലികമായി തുരത്തുകയല്ല, ആനകളെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ നിന്നും കാട് കയറ്റുകയാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇന്ദിരാനഗറിൽ കാട്ടാനയ്ക്ക് പുറമെ ചെന്നായ്ക്കൾ വളർന്ന മൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ ദിവസം 2 ആടുകളെ ചെന്നായ്ക്കൾ വലിച്ചൊഴിച്ചു കൊണ്ടുപോയിരുന്നു. സിറ്റി വിഷൻ, മറയൂർ.